നമസ്കാരം, ഞാൻ ആധ്യാത്മിക ഷിൽജ. എല്ലാവർക്കും മലയാള എക്സ്പ്രസ് ന്യൂസിലെ സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. അതീവ ജാഗ്രതയിൽ ഡൽഹി. CJP പ്രതിഷേധം തുടരുന്നതിനിടെ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജന്തർ മന്ദറിലെ CJP സമരത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് യുവജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. സമരക്കാരെ നേരിടാൻ 40 കമ്പനി സൈന്യത്തെ കൂടി നിയോഗിച്ചു. CJP നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ വീണ്ടും ശ്രമം നടത്തുന്നുണ്ട്. പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടും പോലീസ് അതിക്രമങ്ങൾക്കെതിരെയുമാണ് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ചത്. പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്നാണ് പ്രതിപക്ഷം. ഒടുവിൽ മോദി മിണ്ടി. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിചാരണയും ശിക്ഷയും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകും. യുവാക്കളുടെ ഭാവിയേക്കാൾ വലുതായി ഒന്നുമില്ലെന്നും മോദി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. യുവാക്കളുടെ ഭാവിയെ തകർത്ത് മോദിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കണമെന്നും വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കണമെന്നും അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒടിവിന് ബാൻഡേഡ് ഇട്ട് ഒട്ടിക്കുന്നത് പോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണമെന്ന് CJP. ധർമ്മേന്ദ്ര പ്രധാനേക്കാൾ യുവാക്കൾക്ക് മോദി പ്രാധാന്യം നൽകണം. മോദിയുടെ ട്വീറ്റ് ക്രൂരമായ തമാശയാണെന്നും CJP. ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ ഉച്ചയോടെ തുറന്നില്ലെങ്കിൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷൻ അടച്ചിട്ടതിലൂടെ സുപ്രീം കോടതി അഭിഭാഷകരും ജീവനക്കാരും ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ബാർ അസോസിയേഷൻ അറിയിച്ചതിനു പിറകെയാണ് സുപ്രീം കോടതി ഇടപെട്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് വിവരം. അജികുമാറിനെയും തിരുവാഭരണം കമ്മീഷണറായിരുന്ന റെജിലാലിനെയും കസ്റ്റഡിയിലെടുത്തേക്കും. വിദ്യാ ബാലകൃഷ്ണൻ MLAക്ക് മന്ത്രിപദവി വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ നീക്കം നടത്തിയ ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൗരവ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 3 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ വിപുലീകൃത CPM സംസ്ഥാന സമിതി സെപ്റ്റംബർ 2ാം വാരത്തിൽ നടത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണ. ഇന്നും നാളെയുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും. ശബരിമല തന്ത്രിസ്ഥാനത്ത് കണ്ഠരര് രാജീവര് തുടരണമോ എന്ന കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായതോടെ രാജീവർക്ക് തന്ത്രിസ്ഥാനത്ത് തുടരാൻ സാധിക്കാത്ത സാഹചര്യമാണ്. പകരക്കാരനായി മകൻ ബ്രഹ്മദത്തനെ ചുമതലയേൽപ്പിക്കണമെന്ന രാജീവരുടെ ആവശ്യം ദേവസ്വം ബോർഡ് ഇന്ന് പരിഗണിക്കും. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തബാധിത മേഖലയിൽ വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. മണ്ണിടിച്ചിലിന്റെ കാരണം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് എത്തുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നോ എന്നും പരിശോധിക്കും. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ വിജിലൻസ് നടത്തിയ മിന്നൽ റെയ്ഡിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വൻ അഴിമതി നടന്നതായി കണ്ടെത്തി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ കോൺട്രാക്ടർമാരിൽ നിന്നും വിവിധ ഏജൻസികളിൽ നിന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങുന്നുവെന്നാണ് കണ്ടെത്തിയത്. 30 ഉദ്യോഗസ്ഥർ ഓൺലൈനായി 45 ലക്ഷം രൂപ വാങ്ങിയതിന്റെ തെളിവും ലഭിച്ചു. ആത്മഹത്യാ കേസിൽ ഡോക്ടർ MK റാമിന്റെ അറസ്റ്റിലുണ്ടായ വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യേണ്ടി വരുമെന്ന് കോടതി. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് തലശ്ശേരി SC/ST സ്പെഷ്യൽ കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ ചലച്ചിത്ര താരങ്ങൾക്ക് നേരെ നടക്കുന്ന പ്രതിഷേധം ദൗർഭാഗ്യകരവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. പ്രതികരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പയ്യന്നൂരിൽ പാർട്ടി വിട്ട V കുഞ്ഞികൃഷ്ണൻ MLA അനുകൂലിയായ മുൻ CPM നേതാവ് T പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി സ്ഥലത്തെ ഷെഡിന് തീയിട്ടു. പയ്യന്നൂരിലെ കണ്ടങ്കാളിയിലാണ് സംഭവം. നേരത്തെ പുരുഷോത്തമന്റെ വീട് ആക്രമിച്ച് കാറിന് തീയിട്ട കേസിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. ആക്രമണത്തിന് പിന്നിൽ TI മധുസൂദനാണെന്ന് സംശയിക്കുന്നതായി പുരുഷോത്തമൻ ആരോപിച്ചു. തൃശൂർ മടവാക്കരയിൽ അച്ഛനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊന്നു. മടവാക്കര സ്വദേശി കൃഷ്ണനാണ് മരിച്ചത്. മകൻ രാധാകൃഷ്ണൻ അറസ്റ്റിലായി. ഭൂമി നൽകിയിട്ടും ജീവനാംശം നൽകിയില്ലെന്നാരോപിച്ച് മകനെതിരെ കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം. മറ്റൊരു മകന്റെ വീട്ടിൽ തനിച്ചായിരുന്നു കൃഷ്ണന്റെ താമസം. വേളാങ്കണ്ണി തിരുനാൾ പ്രമാണിച്ച് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ
എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കും തിരിച്ചും പ്രതിവാര സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 27, സെപ്റ്റംബർ 3, 10 തീയതികളിലാണ് എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി സർവീസുകൾ നടത്തുക. ഓഗസ്റ്റ് 28, സെപ്റ്റംബർ 4, 11 തീയതികളിലാണ് മടക്കയാത്ര. സിക്കിം തുരങ്ക അപകടത്തിൽ കാണാതായ മലയാളി മരിച്ചു. കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തനിക്കെതിരെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതുമ്പിക്കരഞ്ഞ് CPM നേതാവ് PK ശ്രീമതി. PK ശശിക്കെതിരായ പീഡന ആരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ തീവ്രത എന്ന വാക്ക് താൻ ഉപയോഗിച്ചിട്ടില്ല. ഏതോ MLAയുടെ ഭാര്യ എന്ന നിലയിൽ പെൻഷൻ വാങ്ങുന്നു എന്ന ആരോപണം മാനം കെടുത്തുന്നതാണെന്നും ശ്രീമതി പറഞ്ഞു. കൊച്ചിയിലെ P&T കോളനി ഫ്ളാറ്റ് നിർമ്മാണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉയർന്നതിനെ തുടർന്ന് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം. 14 കോടി രൂപ പ്രതീക്ഷിച്ച പദ്ധതിക്ക് 24 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. നിർമ്മാണം പൂർത്തിയായി 1 മാസത്തിനകം കെട്ടിടത്തിലെ ചോർച്ചയും മറ്റു പോരായ്മകളും പുറത്തുവന്നു. കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ ഡൽഹിയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അറിയാമെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് NFDC ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ഡൽഹിയിലെ നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. ബംഗളൂരുവിൽ നടപ്പാതയിലൂടെ വാഹനമോടിക്കുന്നവർക്കെതിരെ കടുത്ത പിഴ ചുമത്തുന്നു. നടപ്പാതയിലൂടെ ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്കെതിരായ പിഴ 500 രൂപയിൽ നിന്ന് 5000 രൂപയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു വികസന വകുപ്പ് മന്ത്രി കൃഷ്ണ ബൈരാഗൌഡ ഗതാഗത വകുപ്പ് മന്ത്രി ബൈരാതി സുരേഷിന് കത്ത് നൽകി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തെലങ്കാനയിലെ സർക്കാർ എഞ്ചിനീയർ അറസ്റ്റിൽ. പുനരുപയോഗ ഊർജ വികസന കോർപ്പറേഷനിലെ ഡിവിഷണൽ എഞ്ചിനീയറായ മുത്യം വെങ്കട്ടരമണയെയാണ് തെലങ്കാനയിലെ അഴിമതി വിരുദ്ധ ബ്യൂറോ പിടികൂടിയത്. ലോക്സഭയിൽ വനിതാ MPമാർക്കെതിരായ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന പരാതിയിൽ തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജിക്ക് സസ്പെൻഷൻ. ലോക്സഭയുടെ വർഷകാല സമ്മേളനത്തിന്റെ ഇനിയുള്ള കാലയളവിലേക്കാണ് കല്യാൺ ബാനർജിയെ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. നീറ്റ് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ മുംബൈയിൽ ഇന്നു മുതൽ 15 ദിവസത്തേക്ക് നിരോധനാജ്ഞ. ഓഗസ്റ്റ് 6 വരെയാണ് നിരോധനാജ്ഞ. ഡൽഹിയിൽ ജന്തർ മന്ദറിലും പാർലമെന്റിന് പുറത്തും CJPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരവും നീറ്റ് പ്രതിഷേധവും മുംബൈ നഗരത്തിലേക്കും വ്യാപിപ്പിച്ചതോടെയാണ് മുംബൈയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ഡൽഹിയിൽ CJP പ്രക്ഷോഭത്തെ തുടർന്ന് അടച്ച മണ്ഡി ഹൌസ് മെട്രോ സ്റ്റേഷനിൽ കാനിംഗ് റോഡ് കേരള സ്കൂളിലെ 10 മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങി. പ്രിൻസിപ്പാൾ അടക്കമെത്തി വിദ്യാർത്ഥികളെ പുറത്തുവിടണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. 1.5 മണിക്കൂറോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ വിദ്യാർത്ഥികളെ പിന്നീട് മറ്റൊരു ഗേറ്റ് വഴി പോലീസ് പുറത്തിറക്കി. നവീകരിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് 2026 പദ്ധതി സർക്കാർ വിജ്ഞാപനം ചെയ്തു. പെൻഷൻ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും ഡിജിറ്റൽ ഇടപാടുകൾ കർശനമാക്കുന്നതിനും പുതിയ പദ്ധതിയിൽ മുൻഗണന നൽകുന്നുണ്ടെങ്കിലും പെൻഷൻ കണക്കാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിട്ടില്ല. CJP പ്രതിഷേധത്തിനിടെ യുവതിയുടെ മുഖത്തടിച്ച ഡൽഹി പോലീസിലെ അഡീഷണൽ DCP സന്ദീപ് ലാംബയെ ജന്തർ മന്ദറിൽ നിന്ന് നീക്കി. ഉദ്യോഗസ്ഥനെതിരെ തൃണമൂൽ കോൺഗ്രസ് മുൻ MP സാകേത് ഗോഖലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് SHOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. CJP സമരത്തിൽ വിദേശ ഫണ്ട് എത്തുന്നുണ്ടെന്ന ആരോപണത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അതിശക്തമായ മഴ. ഗുജറാത്തിലെ മധ്യവടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യ വടക്കൻ ഗുജറാത്തിലെ പഞ്ചമഹൽ, ദാഹോദ്, മാഹി സാഗർ എന്നീ ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. റെയിൽവേ ട്രാക്കുകളിലെ വെള്ളക്കെട്ട് മൂലം ഗുജറാത്തിൽ ട്രെയിൻ സർവീസുകളും വൈകി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും മന്ത്രിയുടെ രാജി ശക്തമായ സന്ദേശം നൽകുമെന്നും അന്ന ഹസാരെ. കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിലാണ് ഈ നിർദ്ദേശം. സർക്കാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. തുടർച്ചയായ 12ാം രാത്രിയിലും ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷെഹർ ആണവ നിലയത്തിന് സമീപമുള്ള പവർ സബ് സ്റ്റേഷന് നേരെയും ആക്രമണമുണ്ടായി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു.
ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്കു കപ്പലിന് നേരെ യമനിലെ ഹൂതികളുടെ ആക്രമണത്തിൽ കപ്പലിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായി. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ലെന്ന് ഇറാൻ. മേഖലയിലെ രാജ്യങ്ങളെല്ലാം ഇരുട്ടിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാസഞ്ചർ ബസിന് നേരെ ആക്രമണം. കറാച്ചിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന് നേരെ സായുധ സംഘം നടത്തിയ വെടിവയ്പിൽ 3 യാത്രക്കാർ കൊല്ലപ്പെട്ടു. അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ ശതകോടികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്ന കരാറാണ് ഒപ്പുവച്ചത്. ഫിഫ ലോകകപ്പ് ടീം ഓഫ് ദി ടൂർണമെന്റ് പ്രഖ്യാപിച്ചു. സ്പെയിനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും 3 താരങ്ങൾ വീതവും അർജന്റീനയിൽ നിന്ന് 2 താരങ്ങളും ലോകകപ്പ് 11-ൽ ഇടം പിടിച്ചു. ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 11 താരങ്ങൾ ടീമിലുണ്ട്.